പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. 66-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് അതുമാത്രമാണ്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, കർത്താവിൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. എൻ്റെ പേര് ശൈലാമ എന്നാണ്. ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ചിറ്റാർ എന്ന സ്ഥലത്ത് വയ്യാറ്റുഴയിലാണ്. 1988 ജനുവരി മാസം 3-ാം തീയതി എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും 88 സെപ്റ്റംബർ മാസം 25-ാം തീയതി എൻ്റെ കർത്താവിൻ്റെ സ്നാനം എടുക്കുവാനും കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി തന്നു. അന്ന് മുതൽ ഇന്നയോളം അത്ഭുതകരമായി ജയോത്സവമായി കർത്താവ് നടത്തുന്നു. എന്നാൽ ഞങ്ങൾ കത്തോലിക്കലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടുണ്ടായതായ ഒരനുഭവം പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം അനുഭവം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ കത്തോലിക്കലായിരിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചിക്ക് എൻ്റെ അപ്പന് അമ്മ ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ 8ാമത്തെ ആളാണ്. അതിൽ എൻ്റെ മൂത്ത സഹോദരിക്ക് വളരെ വയറുവേദനയാൽ വളരെ ഭാരപ്പെട്ടു. അതികഠിനമായിട്ടുള്ള വേദന, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥ. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. അങ്ങനെ എൻ്റെ വീട് പത്തനംതിട്ടയാണ്. അവിടുന്ന് ഞങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് എൻ്റെ സഹോദരിയെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സ്കാനിങ്ങിലും ടെസ്റ്റിങ്ങിലുമായിട്ട് ഡോക്ടേഴ്സ് ഇപ്രകാരം പറഞ്ഞു: കിഡ്നിക്ക് നടുവിലായിട്ടൊരു വലിയൊരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു ട്യൂമറാണ്, അതിന് ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ എൻ്റെ സഹോദരിയെ അവർ തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിലേക്ക് വിടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടേഴ്സ് ഇപ്രകാരം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇപ്രകാരം പറഞ്ഞു: റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 12 റേഡിയേഷനാണ് അവർ ആദ്യം പറഞ്ഞത്. എന്നാൽ 12 റേഡിയേഷൻ ചെയ്തു ഒട്ടും കുറവില്ലാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 12 റേഡിയേഷൻ കൂടെ ചെയ്ത് ഏകദേശം 24 റേഡിയേഷൻ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ സഹോദരിക്ക് ഒട്ടും ഹല്ലേലൂയ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പറ്റാത്തതായ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ വളരെ ഭാരപ്പെട്ടു. അന്ന് ഞങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലാണ്. അങ്ങനെ ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ സഹോദരിയുടെ കിടക്കയ്ക്കരികിൽ ഇരുന്നു കൊണ്ട് വളരെയധികം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അന്ന് ആരോ എൻ്റെ അമ്മയോട് പറഞ്ഞു: മോള് മരിച്ചു പോവുകയാണെങ്കിൽ ഡെഡ് ബോഡി പോലും നമുക്ക് കിട്ടത്തില്ല, അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കുവാൻ വേണ്ടി ഡെഡ് ബോഡി എടുക്കും മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ അമ്മയ്ക്ക് വളരെ ഭാരമായി. എൻ്റെ പൈതൽ മരിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ പൈതലിൻ്റെ ഡെഡ് ബോഡി പോലും ഭവനത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ലല്ലോ. കർത്താവേ, മരിച്ചു പോവരുതേ, എൻ്റെ മകളെ ജീവനുള്ളവളായിട്ട് ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കണമേ, അവളെ സൗഖ്യമാക്കണമേ എന്നിങ്ങനെ എൻ്റെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ആ സമയത്ത് ഏതാണ്ട് രാത്രി 11 മണിയായപ്പോൾ ഒരു മനുഷ്യൻ അതിവേഗം ആ വാർഡിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ സമയത്ത് ആർക്കും അവിടേക്ക് കടന്നു വരുവാൻ പറ്റാത്തതായ ഒരു സാഹചര്യമാണ്. സ്തോത്രം. രാത്രി 11 മണി, സെക്യൂരിറ്റി പോലും കൂടെയില്ല. അങ്ങനെ സെക്യൂരിറ്റി അറിയാതെയാണോ അറിഞ്ഞാണോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഒരു ദൈവദാസൻ അവിടേക്ക് അതിവേഗം കടന്നു വന്നു. അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: 16ാമത്തെ വാർഡിൽ 12ാമത്തെ ബെഡ് ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടേക്ക് കടന്നു വരുന്നത്. ആ സമയത്തിൽ കൃപയാൽ എൻ്റെ സഹോദരിയുടെ ബെഡായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ ബെഡിനരികിലേക്ക് കടന്നു വന്നിട്ട് ആ ദൈവദാസൻ എൻ്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: കാരണം എൻ്റെ സഹോദരിക്ക് വെള്ളം പോലും ഇറങ്ങാത്തതായ ഒരു സാഹചര്യമാണ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ദൈവസന്നിധി സമർപ്പിക്കുവാനോ ഒന്നും കഴിയില്ല. എന്നാൽ എൻ്റെ അമ്മയോട് ആ ദൈവദാസൻ പറഞ്ഞു: പ്രിയ മാതാവേ,
നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എൻ്റെ പൈതലിനെ ദൈവം വിടുവിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവജനത്തോട് കൂടെ ആരാധിച്ചു കൊള്ളാം, എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളാം എന്നിങ്ങനെ ദൈവസന്നിധി തീരുമാനമെടുക്കുമെങ്കിൽ ഞാൻ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പൈതലിന് അത്ഭുതകരമാകുന്ന സൗഖ്യം ലഭിക്കുകയും ചെയ്യുവാനിടയാകും എന്ന് ആ ദൈവദാസൻ പറഞ്ഞു. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ എൻ്റെ അമ്മ ദൈവസന്നിധി സമർപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ആ ദൈവദാസന് എൻ്റെ സഹോദരിയുടെ ശിരസിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് അത്ഭുതകരമാകുന്ന വിടുതൽ നൽകി കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് മുതൽ ഇന്നുവരെയും ദൈവം ജയോത്സവമായി പ്രിയ സഹോദരിയെ നടത്തുന്നു. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ഇന്നുവരെയും ജീവനോടെ ഇരുപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. അങ്ങനെ ആ ദൈവദാസൻ പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ എൻ്റെ സഹോദരിക്ക് പൂർണ്ണ സൗഖ്യമാകുവാനിടയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അങ്ങനെ ഭവനത്തിൽ കടന്നു വരികയും പ്രാർത്ഥനയോ ക്രമീകരിച്ച് സ്തോത്രം ഞങ്ങളെല്ലാവരും രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി തന്നു. അങ്ങനെ 1988 സെപ്റ്റംബർ മാസം 25-ാം തീയതി എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ സഹോദരങ്ങളോടും ഒന്നിച്ച് ഞങ്ങൾ 7 പേർക്ക് ഒന്നിച്ച് സ്നാനപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ വലിയൊരു അത്ഭുതം കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനത്തിൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ കണ്ടിറങ്ങുവാനിടയായി തീർന്നു. എന്നാൽ സ്തോത്രം, എൻ്റെ നേരെ മൂത്ത ചേച്ചി മഠത്തിലെ സിസ്റ്ററായിരുന്നു. അവളെയും ദൈവം കൃപയാൽ വിളിച്ച് വേർതിരിച്ചു. ഇപ്പോൾ കുടുംബമായിട്ട് അവർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്കും അങ്ങനെ മഠത്തിലെ സിസ്റ്ററായിട്ട് മുൻപോട്ട് പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതായത് എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് സ്തോത്രം ഞങ്ങൾ സത്യം അറിയുകയും സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമായി ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയും അതിനുശേഷമായി ബോംബെയുടെ പ്രദേശത്തേക്ക് ജോലിക്കായി കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ അവിടെ ജോലിയിലായിരിക്കുന്ന അവസരത്തിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, കർത്താവ് എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്കൊന്നും പറയുവാൻ കഴിയുന്നില്ലല്ലോ കർത്താവ്, എനിക്ക് ആരോടും പറയുവാൻ കഴിയുന്നില്ല, എനിക്ക് അതിനുള്ള ഒരു മുഖാന്തരങ്ങൾ ഒരുക്കണമേ എന്നിങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണേലും ദൈവത്തോട് ഹല്ലേലൂയ ആഴമായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന. അങ്ങനെ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിന്നൊരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. മകളെ, നിൻ്റെ അടുത്ത് കടന്നു വരുന്ന ഓരോരുത്തർക്കും നീ ട്രാക്റ്റ് കൊടുക്കുക, ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ആരാധനയ്ക്ക് പോകുന്ന കർത്താവിൻ്റെ ദാസൻ മുഖാന്തരം അനേക ട്രാക്റ്റുകൾ ശേഖരിക്കുകയും അവിടെ വരുന്ന ഓരോ രോഗികൾക്കും അവരവരുടെ ഭാഷയിലുള്ളതായ ട്രാക്റ്റുകൾ നൽകി കൊടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ എൻ്റെ ഹോസ്പിറ്റലൊന്നും അറിയാതെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളുടെ ഹോസ്പിറ്റലാണ് സ്തോത്രമെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ പല ജീവിതങ്ങൾ ദൈവസന്നിധി കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. ആ ഹോസ്പിറ്റലിലെ ഇലക്ട്രീഷ്യൻ ഒരു അങ്കിളും മേനോൻ അങ്കിളെന്ന് പറയാം. അന്ന് അദ്ദേഹത്തിന് ഒരു 70 വയസ്സുണ്ട്. 1990-ലാണത്. അന്ന് ആ അങ്കിള് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ കൂടെ തന്നെ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിലുള്ളതായ ചില ജീവിതങ്ങളൊക്കെയും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഡോക്ടർ അടുത്ത റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ സിസ്റ്റർ തന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ട്രാക്റ്റ് ആ ഡോക്ടറിൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സിസ്റ്റർ തന്നതാണ്, ഇത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ ഡോക്ടർ ആ ട്രാക്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതായ ട്രാക്റ്റാണ്. എന്നാൽ സ്തോത്രം അദ്ദേഹത്തിന് വളരെ കോപമായി. ഇവിടെ ജോലി ചെയ്തിട്ട് സുവിശേഷ പ്രവർത്തനമാണല്ലോ, മതപരിവർത്തനമാണല്ലോ എന്നുള്ള ഇതിൽ എന്നോട് വളരെ കോപമുണ്ടായി. എന്നെ ഡോക്ടർ കൺസൾട്ടിങ്ങിലേക്ക് വിളിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ഹല്ലേലൂയ ഡോക്ടർ എന്നോട് ഇപ്രകാരം പറഞ്ഞു,
സിസ്റ്ററെ, ഞാൻ നിന്നെ ഇവിടെ ജോലിക്കാണ് വെച്ചിരിക്കുന്നത്, നിന്നെ മതപരിവർത്തനത്തിന് വേണ്ടി അല്ല എന്നെന്നോട് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാനിങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ഇപ്രകാരം സംസാരിച്ചതാണ്, നിൻ്റെ അടുത്ത് കടന്നു വരുന്ന ഓരോരുത്തർക്കും ട്രാക്റ്റുകൾ കൊടുക്കുക എന്ന്. അങ്ങനെ ഹല്ലേലൂയ, എൻ്റെ അടുത്ത് കടന്നു വരുന്ന ഓരോ ജീവിതങ്ങൾക്കും ഞാൻ ട്രാക്റ്റുകൾ കൊടുത്തു, അത്രമാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല, നീ ഇവിടെ ജോലിയല്ലാതെ ഇവിടെ മതപരിവർത്തനം ചെയ്യരുത്, കർശനമായിട്ട് ഞാൻ നിന്നോട് പറയുകയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ദൈവത്തോട് പ്രോമിസ് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് മാറുവാൻ കഴിയത്തില്ല, ഞാൻ ദൈവത്തോട് പ്രോമിസ് ചെയ്തു പോയി എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ഡോക്ടർ വളരെ കോപത്തോട്, വളരെ ദേഷ്യത്തോടെ അദ്ദേഹം എന്നോട് സംസാരിച്ചു. സ്തോത്രം. എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ, ഇത് ശിവസേനക്കാരുടെ ഹോസ്പിറ്റലാണ്, നിന്നെ കൊന്നുകളയും എന്ന് പറയുവാനിടയായി തീർന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഹല്ലേലൂയ കത്തോലിക്കലായിരിക്കുമ്പം തന്നെ ഞാൻ സഭാചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സ്തേഫാനോസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ അവസരത്തിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പ്രയാസം തോന്നിയില്ല, വളരെ സന്തോഷം എനിക്ക് തോന്നി. സ്തോത്രം. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ആ അവസരത്തിൽ, ആ നിമിഷം വരെ ഞാൻ ഡോക്ടറോട് ദൈവവചനം പറഞ്ഞിട്ടില്ല, എങ്കിലും ആ സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ബൈബിളിൽ ഇപ്രകാരം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്തേഫാനോസ്. ആ വ്യക്തി കർത്താവിന് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ പോലെ തന്നെ ഹല്ലേലൂയ, എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് മരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ എന്നെ കൊന്നാലും ശരി, ആ നിമിഷം വരെ എൻ്റെ കർത്താവിനെ കുറിച്ച് ഞാൻ പറയും എന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയത്തിൽ ആ ഡോക്ടർ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് എന്നെ കൺസൾട്ടിങ്ങിൽ നിന്നും പുറത്തു വിടുവാനിടയായി തീർന്നു. എങ്കിലും ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹല്ലേലൂയ, ഞാനിങ്ങനെ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് രാവിലെ കളക്ഷൻ ചെയ്യും, ബ്ലഡ് കളക്ഷനും അങ്ങനെ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് ഗ്രില്ല് പൂട്ടിയിട്ടിട്ടിരുന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത്, വെളിയിൽ നിന്നുള്ള ഗ്രില്ല് പൂട്ടിയിടും. അങ്ങനെ ഹല്ലേലൂയ, അവർ ഗ്രില്ല് പൂട്ടിയിട്ടോന്നൊന്നും അവരറിഞ്ഞിരുന്നില്ല. എങ്കിലും ആ ഒരു ദിവസം മറാഠി സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ലാബിലേക്ക് എന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടി കടന്നു വന്നു. കൃപയാൽ ഹല്ലേലൂയ, ഒരു ദോഷവും വരാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കർത്താവ് എന്നെ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, ആ ദിവസവും അങ്ങനെ കടന്നുപോയി. എന്നിട്ട് ഹല്ലേലൂയ, അതിനുശേഷമായിട്ട് അവരെന്നെ കൊല്ലുവാൻ വേണ്ടി തന്നെ വളരെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ ഡോക്ടറിൻ്റെ ഒരു സഹോദരി എൻ്റെ അടുത്ത് കടന്നു വന്നിട്ട്, ഞാൻ മൗസി എന്നാണ് വിളിക്കുന്നത്, ആ സഹോദരി എന്നോട് പറഞ്ഞു, മോളെ, നിന്നെ കൊല്ലുവാൻ വേണ്ട ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്, നീ ഇനിയെങ്കിലും ആ പേപ്പർ കൊടുക്കാതിരിക്കെ എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാനപ്പോൾ പറഞ്ഞു, മൗസി, ഞാനാണ് ഈ ട്രാക്റ്റാണ് കൊടുക്കുന്നത്, ഇതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും, ഒന്നും എഴുതിയിട്ടില്ല, എൻ്റെ യേശുക്രിസ്തു അത്ഭുതം ചെയ്യുന്നവനാണ്, വിടുതൽ ചെയ്യുന്നവനാണ്, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നവനാണ് എന്നൊക്കെയല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോഴെന്നോട് പറഞ്ഞു, അല്ല മോളെ, അങ്ങനെ ചെയ്യരുത്, നീ ജോലി ചെയ്താൽ മതി, നീ ട്രാക്റ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് അത് കൊടുക്കാതെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ സ്തോത്രം, ഞാനിങ്ങനെ ഇത് തുടർന്നുകൊണ്ടേ ഇരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററൊക്കെ പറഞ്ഞു, ശൈലേനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എങ്കിലും അവരെ മറുത്ത് ചെയ്യുന്നതല്ല, ഞാൻ ദൈവത്തോട് പ്രോമിസ് ചെയ്തതുകൊണ്ട് എനിക്ക് മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം എൻ്റെ ഉള്ളുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതല്ലേ എന്നുള്ളതായ ഒരു വേവലാതിയായിരുന്നു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ട്രാക്റ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്നതായ എൻ്റെ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ വലിയൊരു ദർശനം കാണിച്ചു. ഞാൻ വലിയൊരു രോഗിയായിത്തീരുന്നതും ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റ് ആക്കുന്നതും അവിടെ പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ എൻ്റെ കർത്താവിൻ്റെ വലിയൊരു സാക്ഷിയായി നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ എൻ്റെ ദൈവം എന്നെ കാണിച്ചു.
എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക, ഏത് ദിവസം സംഭവിക്കുക, ഏത് നിമിഷത്തിൽ അതങ്ങനെ ആകും എന്നൊന്നും എനിക്കറിയത്തില്ല. കർത്താവ് എന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അതെനിക്കറിയാമായിരുന്നു. എങ്കിലും ഞാൻ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്കിതെല്ലാം സഹിപ്പാനുള്ള ദൈവകൃപ നൽകി തരണമേ. ദൈവം എനിക്ക് ഹല്ലേലൂയ എനിക്ക് വേണ്ടതായ കൃപകൾ എനിക്ക് പകർന്നു തരണമേ എന്നിങ്ങനെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഞാൻ രോഗിയായി തീർന്നാൽ ഹോസ്പിറ്റലിലുള്ളവർ പറയും നിൻ്റെ ദൈവം രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് നീ പറഞ്ഞിട്ട് എന്താണ് നിനക്ക് രോഗം വന്നതെന്ന്. അങ്ങനത്തെ അവസ്ഥകളൊക്കെ കടന്നു വരും. എൻ്റെ ദൈവത്തിന് അപമാനം വരുന്ന രീതിയിലൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുതേ എന്നിങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ഏതാണ്ട് ഒരു 6:30 മണിയായപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നതായ സിസ്റ്റർ ജോലി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നു. റൂമിൽ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ്, സിസ്റ്റർ എടി ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയൊക്കെ കാണിച്ചു, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ദേശത്ത് താമസിക്കുന്നത്, എനിക്കെന്തെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ നീയാണ് എനിക്കുള്ളത്, എനിക്ക് വേറെ ആരുമില്ല, ഞാൻ മരിച്ചു പോകുമെന്നാണ് ദൈവാത്മാവ് കാണിച്ചതെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ വിശ്വാസിയായ സഹോദരിയാണ് എങ്കിൽ പോലും അവൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഓ ഇപ്പോഴത്തെ പെന്തക്കോസുകാരുടെ ചില വെളിപ്പാടും ദർശനവും എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുവാൻ തുടങ്ങി. എങ്കിലും ഞാൻ പറയട്ടെ പ്രിയമുള്ള ദൈവമക്കളെ, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ തന്നെ ഏതാണ്ട് ഹല്ലേലൂയ 7 മണി ആയ അവസരത്തിൽ തന്നെ എനിക്ക് ഛർദ്ദിലിനാൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഒരു രോഗവും എൻ്റെ ശരീരത്തിൽ ആ നിമിഷം വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ ഹല്ലേലൂയ ഞാൻ ഛർദ്ദിലിനാൽ ഭാരപ്പെട്ടു. വളരെ ഞാൻ ഭാരപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഏതാണ്ട് ഒരു 5-6 പ്രാവശ്യത്തോളം നോർമലായി ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് രാത്രി മുഴുവനും ബ്ലഡ് തന്നെ വൊമിറ്റ് ചെയ്യുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് രാത്രിയിലെങ്ങും കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യം. ബോംബെയുടെ പ്രദേശമാണ്, സ്ത്രീകൾക്ക് തനിയെ ഇറങ്ങി പോകുവാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനത്തെ ഉള്ള ഒരവസ്ഥയായി തീർന്നു. അതായത് 1994 ആഗസ്റ്റ് മാസം 8-ാം തീയതി വൈകിട്ടാണ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ രോഗം കടന്നു വരുന്നത്. ഏതാണ്ട് ഹല്ലേലൂയ പിറ്റേ ദിവസം 9-ാം തീയതി രാവിലെ അവൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടുപോയി. എൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെറ്റാനിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ ഹല്ലേലൂയ ഇങ്ങനത്തെ പേഷ്യൻസിനെ ഒന്നും അവർ ട്രീറ്റ് ചെയ്യത്തില്ല. എങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണല്ലോ എന്നുള്ള ധൈര്യത്തിൽ എന്നെ അവിടെ തന്നെ അവർ അഡ്മിറ്റാക്കി. എന്നാൽ പ്രിയമുള്ളവരെ, എന്നെ സുവിശേഷത്തിൻ്റെ പേരിൽ അവർക്ക് എന്നോട് വളരെ ദേഷ്യമാണ്. എങ്കിലും ഞാനൊരു രോഗിയായിട്ട് അവിടേക്ക് കടന്നു വന്നപ്പോൾ അവരെന്നെ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അവിടെ എന്നെ നോക്കത്തക്കതായ ഒരു ഡോക്ടർ പോലും ഇല്ല, കാരണം മെറ്റാനിറ്റി ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് എങ്കിലും അവർ ബോംബെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ സിംഗ് എന്ന് പറയുന്നതായ ഡോക്ടറിനെ വരുത്തി എന്നെ ചികിത്സിക്കുവാൻ തുടങ്ങി. എന്നാൽ ഹല്ലേലൂയ എത്രമാത്രം എന്നെ അവർ ചികിത്സിച്ചോ അത്രമാത്രം എനിക്ക് രോഗം വർദ്ധിച്ച് വരുവാനിടയായി തീർന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ടൈഫോയിഡും കോളറയുമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ഇപ്രകാരം ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ടൈഫോയിഡും കോളറയും കൂടെ ഒരു വ്യക്തിക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും, ജീവിച്ചിരിക്കയില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അത്രമാത്രം എൻ്റെ ശരീരവും മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരം വളരെ ഭാരപ്പെട്ട് എനിക്ക് കിടക്കയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചല്ലാതെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോഴേക്കും അവർ നാട്ടിലേക്ക് ഹല്ലേലൂയ ഫോൺ ചെയ്തു. നാട്ടിൽ നിന്ന് ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും കൂടെ ബോംബെയിലേക്ക് തിരിക്കുവാനിടയായി തീർന്നു. എങ്കിലും ഹല്ലേലൂയ ഞാനിങ്ങനെ രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. ആഗസ്റ്റ് മാസം 11-ാം തീയതി ഏതാണ്ട് ഒരു 10:30 മണിയായപ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ഹല്ലേലൂയ എനിക്ക് ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. ചർച്ചിലുള്ള കുറേ പേര് എൻ്റെ അടുത്ത് മുമ്പും പുറകിലുമായിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ തലയുടെ പുറകിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുൻപിലുള്ള വ്യക്തികളെ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടികളെല്ലാം പുറമോട്ട് മറയുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ഞാൻ വളരെ വേദനയാൽ ഭാരപ്പെട്ടു. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഹല്ലേലൂയ കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു. വളരെ വേദനയാൽ ഞാൻ ഹല്ലേലൂയ ഭാരപ്പെട്ടു. എങ്കിലും ഹല്ലേലൂയ കർത്താവ് എന്നെ വിടുവിച്ചു. എൻ്റെ കൈയെല്ലാം എടുത്തിട്ട് അടിച്ച് എൻ്റെ വലത് കൈയുടെ ഓരം ഉളുക്കി തിരിഞ്ഞിരുന്ന സാഹചര്യമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ അത്രമാത്രം ഞാൻ
വേദനയാൽ ഭാരപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ചില നിമിഷത്തിനകം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴേക്കും സ്തോത്രം ഏതാണ്ട് 10:30-11 മണിയായ സമയത്ത് ഹോസ്പിറ്റലിൽ കൺസൾട്ടിങ്ങിൻ്റെ സമയമാണ്. ഏകദേശം ഒരു 10 ഡോക്ടേഴ്സോളം ഉണ്ട് കൺസൾട്ടിങ്ങിനായിട്ട്. ആ ഡോക്ടേഴ്സ് എല്ലാം ആ റൂമിലേക്ക് കയറി വരുവാനിടയായി തീർന്നു. ഒരു ബെല്ല് കൊടുത്താൽ എല്ലാവരുടെയും റൂമിൽ ഹോളിംഗ് ബെല്ല് കേൾക്കും. അങ്ങനത്തെ സജ്ജീകരണങ്ങളിലാണ്. അങ്ങനെ ഹല്ലേലൂയ ബെല്ല് കൊടുത്തപ്പോൾ തന്നെ ഏത് റൂമിൽ നിന്നാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ട് 105-ാമത്തെ റൂമിൽ ഹല്ലേലൂയ ഇവിടുത്തെ സ്റ്റാഫാണല്ലോ കിടക്കുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാം റൂമിലേക്ക് കടന്നു വന്നു. അവർ അവസാനമായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ശരീരത്തിൽ നടത്തി. ഹല്ലേലൂയ BP ഇല്ല, പൾസ് ഇല്ല. അങ്ങനെ ഹല്ലേലൂയ എൻ്റെ ശരീരം എല്ലാം നിശ്ചലമായി തീർന്നു. അങ്ങനെ അവരെന്നെ മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തു. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ആ അവസരത്തിങ്കിൽ തന്നെ ഹല്ലേലൂയ എന്നെ കർത്താവിൻ്റെ വേറൊരു അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനിടയായി തീർന്നു. അതേ സ്വർഗദേശത്ത് തന്നെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി. വളരെ വിശാലമേറിയ ഒരു ദേശമാണ്. ആദ്യം എൻ്റെ യേശുപ്പച്ചനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ യേശുപ്പച്ചൻ്റെ മുഖം 10,000 സൂര്യന്മാർ ശക്തിയോടെ ശോഭിക്കുന്നതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ അതിലും ശോഭയോടെ എൻ്റെ കർത്താവിൻ്റെ മുഖം അവിടെ ശോഭിക്കുകയാണ്. ഓ സ്തോത്രം. എൻ്റെ യേശുപ്പച്ചന് ഹല്ലേലൂയ വളരെ ശക്തി ആ വിശാലമായ ദേശത്ത് ഹല്ലേലൂയ എൻ്റെ യേശുപ്പച്ചൻ്റെ മുഖമാണ് അവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വളരെ പ്രകാശമാണ് ആ തേജസ്. ഹല്ലേലൂയ എനിക്ക് എത്രമാത്രം ഒന്ന് വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം ശോഭയാണ് എൻ്റെ യേശുപ്പച്ചൻ്റെ മുഖം. വസ്ത്രങ്ങളാണെങ്കിൽ ചന്ദന കളറിൽ മിന്നി തിളങ്ങുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ. കൃപയാൽ ആ സമയത്ത് ഹല്ലേലൂയ എനിക്കും ആ തേജസ്സേറിയ വസ്ത്രം ലഭിക്കുവാനിടയായി തീർന്നു. യെശയ്യാ പ്രവചനം അതിൻ്റെ 37-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായ ഒരു ദേശം കാണും. കൃപയാൽ എൻ്റെ കർത്താവിനെ അവൻ്റെ മുഴു സൗന്ദര്യത്തോടെ ദർശിക്കുവാൻ അതിമനോഹരമേറിയ അതിവിശാലമേറിയ ദേശം കാണുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി തന്നു. സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്തെന്ന് പറയുന്നത് ഒരു വലിയപ്പച്ചൻ്റെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ യേശുപ്പച്ചന് ഹല്ലേലൂയ അവിടെ ആയിരുന്നു. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ഞാനൊരു 5 വയസ്സുള്ള ഒരു പൈതലിനെ പോലെ മാത്രമായിരുന്നു. ആ അവസരത്തിൽ എൻ്റെ യേശുപ്പച്ചൻ ഇടത്തും എന്നെ വലത്തുമായിട്ട് നടത്തി ആ വിശാലമായ ദേശത്തിൻ്റെ ഹല്ലേലൂയ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എന്നെ നടത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് അനേക ദൈവദൂതന്മാർ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവദൂതന്മാരെ ചിറകുകൾ 2 നിവർത്തിക്കൊണ്ട് ദൈവത്തെ ആർത്ത് സ്തുതിക്കുകയാണ്. അവരിത്രമാത്രം ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അവർ ചിറകുകൾ നിവർക്കുകയും മടക്കുകയും ചെയ്യുന്നുണ്ട്. ആ അവസരത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളതായ എത്രമാത്രം ഇമ്പമേറിയ മ്യൂസിക് ഉപകരണങ്ങളെന്ന് നമ്മൾ പറയുമോ അതിനേക്കാൾ ഉപരിയായി ഭയങ്കര ഹല്ലേലൂയ ശ്രുതിയാണ്, ഭയങ്കര ഇമ്പമാണ് ഹല്ലേലൂയ ആ മ്യൂസിക്കിന്. അത് ഈ ദൂതന്മാരുടെ ചിറകുകളുടെ ഇടയിൽ നിന്നാണ് ആ മ്യൂസിക് ഉപകരണങ്ങൾ വരുന്നത്. അവരുടെ ചിറകുകളിലെല്ലാം രത്നങ്ങൾ പതിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരെ ചിറകുകൾ നിവർക്കുകയും മടക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ആ സമയത്ത് മനസ്സിലാകുന്നത് അവരിപ്രകാരമാണ് പറയുന്നത്: ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ഹല്ലേലൂയ എന്നവർ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ ആ അവസരത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നില്ല. എൻ്റെ യേശുപ്പച്ചനെല്ലാം എന്നെ കൊണ്ട് നടന്ന് കാണിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കതുല്യ നിർമ്മിതമാണ്. വളരെ അതിമനോഹരമേറിയ ദേശമാണ്. അതിമനോഹരമേറിയ ദേശം. ഹല്ലേലൂയ. അതിൻ്റെ തറകളെന്ന് പറയുന്നത് വളരെ കട്ടിക്ക് തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. കണ്ണാടി പോലെ എൻ്റെ മുഖം അതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുപ്പച്ചനെയും അതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം മനോഹരമേറിയ തറകളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടതുവശത്ത് ഒറ്റ മതിലായിട്ട് രത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ വലതുവശത്തായിട്ട് ഹല്ലേലൂയ അനേക രത്നത്താൽ നിർമ്മിതമായിട്ടുള്ള ഗോപുരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഹല്ലേലൂയ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുകയാണ്. സ്തോത്രം. 12 വിധ രത്നത്താൽ നിർമ്മിതമായിട്ടുള്ള
ഗോപുരങ്ങളാണ്. ആ ഗോപുരങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് എൻ്റെ യേശുപ്പച്ചൻ ചൂണ്ടിക്കാണിക്കുവാൻ തുടങ്ങി. എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ മോളെ, ഇത് പുഷ്യരാഗം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് വൈഡൂര്യം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് മരതകം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്. ഹല്ലേലൂയ, ഓ സ്തോത്രം, ഇത് നീലരത്നം കൊണ്ടുള്ള ഗോപുരങ്ങളാണ് എന്ന് ഹല്ലേലൂയ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചൂണ്ടി കാണിച്ച് എൻ്റെ യേശുപ്പച്ചന് ആ വിശാലമായ ദേശത്തിൻ്റെ നടുഭാഗത്ത് ചെന്നപ്പോൾ ആ വിശാലമായ ദേശത്തിൽ ഹല്ലേലൂയ ആ നടുവശത്തുള്ള ഒരു റൂമിൻ്റെ കഥ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അവിടേക്ക് ഹല്ലേലൂയ ഞാൻ ആ അവസരത്തിൽ എൻ്റെ ദൈവമേ, ഞാൻ എന്തുമാത്രം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാൻ തുടങ്ങി. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ് ഹല്ലേലൂയ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമോ അതുപോലെ ഹല്ലേലൂയ ഞാനും തുള്ളിച്ചാടുവാൻ തുടങ്ങി. സ്തോത്രം, എൻ്റെ സന്തോഷം എത്രമാത്രമെന്ന് എനിക്ക് പറയുവാൻ കഴിയില്ല. അത്രമാത്രം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവസരത്തിൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ, ഇത് നിനക്കുള്ളതാണ്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എനിക്ക് എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എനിക്ക് അതിലേക്ക് കടക്കുവാനായിട്ട് വളരെ ആഗ്രഹം തോന്നി. എന്നാൽ എൻ്റെ യേശുപ്പച്ചൻ അതിനകത്തോട്ട് എന്നെ കടത്തി വിട്ടില്ല. എന്നിട്ട് പിന്നെയും മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, ഇത് നഖവർണികൾ കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് ഹല്ലേലൂയ പുഷ്യരാഗം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് പത്മരാഗം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് മരതകം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് മാണിക്യം കൊണ്ടുള്ള ഗോപുരങ്ങളാണ്, ഇത് സൂര്യകാന്തം കൊണ്ടുള്ള ഗോപുരങ്ങളാണ് എന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഹല്ലേലൂയ 12 വിധ രത്നത്താൽ നിർമ്മിതമായിട്ടുള്ള ഗോപുരങ്ങൾ എല്ലാം കൊണ്ടു നടന്ന് എന്നെ കാണിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ കുറേ നേരം കഴിഞ്ഞപ്പോൾ, കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിശാലമായ ദേശത്തിൻ്റെ അങ്ങേയറ്റത്ത് ചെന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറയുകയാണ്, മോളെ, നീ ഇനിയും ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ഓ, എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് പറഞ്ഞു, യേശുപ്പച്ച, ഞാനിനിയും ഭൂമിയിലേക്ക് കടന്നു പോകുന്നില്ല. ഭൂമിയിൽ ഭയങ്കര കഷ്ടതയും പ്രയാസവും രോഗവുമാണ്. ഞാൻ ഈ ദൈവദൂതന്മാരെ പോലെ എൻ്റെ യേശുപ്പച്ചനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ യേശുപ്പച്ചൻ പറഞ്ഞു, അല്ല, നീ ഭൂമിയിലേക്ക് കടന്നു പോകണം. നീ ഭൂമിയിൽ കടന്നു ചെന്ന് ഹല്ലേലൂയ നീ കണ്ടത്, നീ അനുഭവിച്ചതും ഞാൻ നിന്നെ കാണിച്ചതുമായ സംഗതികൾ സകല ജാതികളോടും ഭാഷക്കാരോടും എൻ്റെ സാക്ഷിയായി തീരണമെന്ന് എൻ്റെ കർത്താവ് എന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ആ നിമിഷത്തിൽ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നു. ആ 5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഹല്ലേലൂയ ഒരപ്പച്ചൻ പറഞ്ഞു കൊടുക്കും പോലെ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു തരികയാണ്, നീ ഭൂമിയിൽ കടന്നുപോയി ഇന്ന പ്രകാരം പറയണം. ഞാൻ മരിച്ചവളായിരുന്നു, കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വീണ്ടും ജീവൻ നൽകി തന്നു. യേശു ക്രിസ്തു നിങ്ങളുടെയും പാപത്തിന് ക്ഷമ നൽകി തരുന്ന ദൈവമാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. യേശു ക്രിസ്തു ആണ് ഒരേ ഒരു ദൈവമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, ആ അവസരത്തിലാണ് എൻ്റെ ഭൂമിയിലുള്ളതായ ബോഡിയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ആ നിമിഷം വരെ ഞാൻ ഭൂമിയെക്കുറിച്ചോ ഞാൻ മരിച്ചവളാണെന്നോ ഞാൻ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെന്നോ ഒന്നുമുള്ള ചിന്തയേ എനിക്കില്ല. സ്തോത്രം. ആ കർത്താവ് എന്നെ ഭൂമിയിലേക്ക് വിട്ട ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ജീവൻ കടന്നു വന്നു. ഞാൻ അവസരത്തിൽ എൻ്റെ ബോഡിയെ കാണുന്നത്, അവർ ഹല്ലേലൂയ താടിയെല്ലാം കൂട്ടിക്കെട്ടി, കാലിൻ്റെ പെരുവിരലെല്ലാം കൂട്ടിക്കെട്ടി, കൈയിൻ്റെ പെരുവിരലെല്ലാം കൂട്ടിക്കെട്ടി, ഹല്ലേലൂയ വെള്ള വസ്ത്രമെല്ലാം ഇട്ട് സ്പിരിറ്റെല്ലാം ഇട്ട് തുടച്ച് ഡെഡ് ബോഡി പഴുക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്ത് അവരിങ്ങനെ മോർച്ചറിയിൽ കൊണ്ടുവയ്ക്കുവാൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്. എന്നാൽ ഹോസ്പിറ്റലിലെ ആംബുലൻസ് വരാൻ താമസിച്ചു. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഞാൻ എൻ്റെ ജീവൻ ഇങ്ങനെ വരുന്നതായ സമയത്ത് ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. അവരെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാൽ സ്തോത്രം, പെട്ടെന്ന് അവർ പരിഭ്രാന്തരായി. അവരെൻ്റെ താടിയിലെ കെട്ടുകളെല്ലാം പെട്ടെന്ന് സിസേഴ്സ് വെച്ച് കണ്ടിച്ചു. കൈയിൻ്റെ കെട്ടുകളും കാലിൻ്റെ കെട്ടുകളെല്ലാം കണ്ടിക്കുവാനിടയായി തീർന്നു. ആ അവസരത്തിൽ തന്നെ ഹല്ലേലൂയ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഷൈലാജി, നിനക്ക് എന്തോ സംഭവിച്ചു. ഹല്ലേലൂയ. നീ
എത്ര മണിക്കൂറായി നീ മരിച്ചവളായിരുന്നല്ലോ, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഹാലലിയ ഡോക്ടർ പറയുവാനിടയായി തീർന്നു. അവിടുത്തെ എൻ്റെ ഹോസ്പിറ്റലിലെ മസ്കർ എന്ന് പറയുന്നതായ ഡോക്ടർ ആണ് ഹാലലിയ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. അദ്ദേഹമാണ് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്. പ്രിയമുള്ള ദൈവമക്കളെ, ഹാലലിയ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞതായ ആ ഡോക്ടറിൻ്റെ മുൻപിൽ ഹാലലിയ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കാതെ ദൈവം ഹാലലിയ അത്ഭുതകരമായിട്ട് ഹാലലിയ എൻ്റെ ജീവൻ എടുത്തുവെങ്കിലും ജീവൻ തിരികെ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഹാലലിയ ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ഒരു രോഗവുമില്ല. എൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യമായി. എൻ്റെ കൈ അവരെടുത്ത് നേരെ വെച്ച് കെട്ടിയിരുന്നു. അവരതെല്ലാം അഴിച്ചപ്പോൾ എൻ്റെ കൈക്കൊന്നും ഒരു കുഴപ്പവുമില്ല, ഉളുക്കിയതായിരുന്നെന്ന് അവർ പറഞ്ഞു. എന്നാൽ അതൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് ഡോക്ടേഴ്സ് എന്നോട് ഇപ്രകാരം പറയുകയാണ്, ഹാലലിയ, എന്നാൽ അവരെന്നോട് ഇങ്ങോട്ട് പറയുന്നെങ്കിൽ എനിക്ക് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതൊക്കെ പറയാനായിട്ടുള്ള വേവലാതിയിൽ ഞാനിരിക്കുകയാണ്. എന്നാൽ ഡോക്ടേഴ്സ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഷൈല, നിനക്ക് എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ സ്തോത്രം, എന്താണെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത്, ഹാലലിയ, നിൻ്റെ ശരീരത്തിൽ പഴുക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെച്ചു പോയി എന്ന് പറയുവാനിടയായി. എന്നിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിലും ഡോക്ടർ എന്നോട് ഇപ്രകാരം പറയുകയാണ്, ഈ വിഷമേറിയ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ആ ഇഞ്ചക്ഷൻ വളരെ ആരോഗ്യവതിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുത്തിവെച്ചാൽ ആ വ്യക്തി തൽക്ഷണം മരിച്ചു പോകും. അത്രമാത്രം വിഷമേറിയ ഇഞ്ചക്ഷനാണ് എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, എന്ത് വിഷമാവട്ടെ, എന്തെല്ലാം രോഗങ്ങൾ പ്രതികൂലങ്ങളാകട്ടെ, കർത്താവ് കൽപ്പിച്ചാൽ അതെല്ലാം മാറിപ്പോകും. ഹാലലിയ, കർത്താവ് പൂർണ്ണമായിട്ട് എന്നെ സൗഖ്യമാക്കി. ആ വിഷമേറിയ ഇഞ്ചക്ഷനൊന്നും കർത്താവിന് ഒന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ നിമിഷത്തിങ്കിൽ തന്നെ സ്തോത്രം. ഞാൻ അപ്പോൾ എൻ്റെ റൂമിലെന്ന് പറയുന്നത് മറാഠികളും മാർവാടികളും സിന്ധികളും ഇംഗ്ലീഷുകാരുമായിട്ട് 12 ഡോക്ടേഴ്സ് എൻ്റെ റൂമിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അവരുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ യേശുപ്പച്ചനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും എൻ്റെ കർത്താവ് എന്നെ കാണിച്ചതുമായ സംഗതികൾ ഓരോന്നോരോന്നായിട്ട് ഹല്ലേലൂയ കർത്താവ് എന്നിലൂടെ സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം എനിക്കാണെങ്കിൽ നന്നായിട്ട് ഹിന്ദി അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷും നന്നായിട്ട് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അവിടെ മലയാളം കൊണ്ട് ആവശ്യമില്ല. ഞാൻ ഹല്ലേലൂയ അവരോട് സംസാരിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ ഇടകലർത്തിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ അവസരത്തിൽ ഏത് ഭാഷയിലുള്ള ഡോക്ടേഴ്സ് അവിടെ നിൽക്കുന്നുവോ ആ ഭാഷയിൽ തന്നെ അവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ മറാഠിയിലും സിന്ധിയിലും ഇംഗ്ലീഷിലും ഹല്ലേലൂയ അങ്ങനെ ഏതൊക്കെ ഭാഷയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടോ ആ ഭാഷയിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് എന്നിലൂടെ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ, ജീസസ് ആണ് ഒരേ ഒരു ദൈവമായിട്ടുള്ളത്, ജീസസിനല്ലാതെ മരിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും ജീവൻ നൽകി കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഹല്ലേലൂയ ഡോക്ടേഴ്സ് എല്ലാം പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ആരെങ്കിലും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായോ കർത്താവായോ സ്വീകരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ പകർച്ചവ്യാധികൾ നിറഞ്ഞതായ ലോകത്തിൽ ഏത് നിമിഷമാണ് നമ്മുടെ മരണമെന്നറിയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവ് വരുന്നത് ഏത് നിമിഷമെന്നറിയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എത്രയും വേഗം സംഭവിക്കും. ഹല്ലേലൂയ. അതിനാൽ ഹല്ലേലൂയ നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ഒരുങ്ങാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ മുന്നേറാം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.